നഗരക്കാഴ്ചകൾക്കുള്ള ഡബിൾ ഡെക്കർ ബസ് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ആ, ബുക്ക് ചെയ്തു. ഈ കിഴക്കേക്കോട്ടയുടെ വാതിൽ കടക്കുന്ന ആ വാതിൽക്ക് തന്നെയാണ് നമ്മുടെ ഈ KSRTCയുടെ സിറ്റി റൈഡ് ആരംഭിക്കുക. ഇതിൻ്റെ വാതിൽക്ക് തന്നെ ഇത് കിടക്കുന്നതായിരിക്കും. നമുക്ക് 4 മണിക്കത്തെ വണ്ടി കയറണം. ട്രിവാൻഡ്രം നഗരത്തിലൂടെയുള്ള സിറ്റി റൈഡിലൂടെ പോകുമ്പോഴുള്ള അടിപൊളി ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ മുഴുവൻ കാണിക്കുന്നത്. 1.25-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയുടെ മുഴുവൻ ദൃശ്യങ്ങളും ഇല്ല, കുറച്ച് ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വീഡിയോയ്ക്കകത്ത് വലിയ ഓഡിയോ ചേർത്ത് അലമ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വീഡിയോയുടെ അവസാനം വരെ കാണുക. അങ്ങനെ സിറ്റി റൈഡ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അടി സക്ക് ഇതിലും ഒന്ന് ലുക്ക് അല്ലേ കാണാം. ഇതുവഴി മുകളിൽ കയറാൻ പറ്റും. അങ്ങനെ പുറവശം വഴിയും കയറാൻ പറ്റുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഇപ്പോൾ 4:08 വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുകയാണ് സിറ്റി റൈഡ് ട്രൈ ചെയ്യാൻ വേണ്ടി. ആൾ തീരെ കുറവാണ് സുഹൃത്തുക്കളെ. ഓരോ മണിക്കൂർ ഇടവിട്ട് വണ്ടിയുണ്ട്. അപ്പോൾ ഇത് 4 മണിക്കുള്ള വണ്ടിയാണ്. അപ്പം 4:08 വണ്ടി ചെറുതായിട്ട് നനങ്ങിയിരിക്കുകയാണ്. ജസ്റ്റ് മാറിപ്പോയി. അവിടെയും ഇവിടെ വരുന്നത് വരേണ്ടത്. അതെന്തായാലും പ്രത്യേകത എന്തായാലും പ്രത്യേകത ഫ്രണ്ട് കാണാൻ പറ്റുമല്ലോ. ഇവിടെ ഈ സൈഡാണ് കാണുന്നത്. ഈ സൈഡ് നമുക്കല്ലേ, നമുക്ക് ആ സൈഡ് അയച്ചൂടെ നല്ലത്. അല്ലെങ്കിൽ വിഷ്ണു ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ, എന്തെങ്കിലുമൊക്കെ പരാതി വരും. അവനത് കിട്ടിയിട്ട് എനിക്ക് പരാതി പറഞ്ഞ ബുദ്ധിമുട്ട്. സുഹൃത്തുക്കളെ, തൊട്ട് മുമ്പിൽ തന്നെ നമ്മൾ ഇതാണ് കിഴക്കേക്കോട്ടയുടെ വാതിൽ. ഇത്ര ഉയർന്ന് കാണാൻ പറ്റുന്ന സുഖം തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ റോഡ് നല്ലതാണ്. ഈ റോഡ് 2 റോഡുകൾ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പാത്ത് വേ ആണ്, സ്കൈ വാക്ക് വേ ആണ്. അതോടൊപ്പം തന്നെ എൻ്റെ മണ്ടയ്ക്ക് വലിയ ഹോർഡിങ്സ് വിത്ത് ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ആ കോസ്റ്റ് അവർക്ക് വഹിക്കാൻ ഒക്കുന്ന അല്ലെങ്കിൽ ഒരു കോർപ്പറേഷന് വരുമാനം കിട്ടുന്നൊരു മാർഗം കൂടിയാണ്. സുഹൃത്തുക്കളെ, ഇതേ ക്യാമറയുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് ഇതേ നിന്നങ്ങ് ട്രാവൽ ചെയ്താലോ? അടിപൊളി. വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് നിന്ന് ട്രാവൽ ചെയ്യാൻ ഒക്കുമെന്ന് അറിയത്തില്ല. അതായത് നമുക്ക് എന്തായാലും നിൽക്കാം, എന്തായാലും കുറച്ച് നേരം നിൽക്കാം. അവർ ചീത്തകൾ ചിരിപ്പിക്കുമെന്ന് അറിയത്തില്ല. ഇരിപ്പിക്കുമെന്ന് നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. ഇത്രയും ഉയർന്ന ഒരു രീതിയിൽ കാഴ്ചകൾ കണ്ടു പോകുന്ന വെച്ചാൽ ഒരു സുഖമുള്ള ഏർപ്പാടാണ്. അതെ, നമ്മൾ മുംബൈ പോയപ്പോഴും ഡബിൾ ഡെക്കർ ബസ്സിൽ പോയപ്പോഴും പക്ഷേ മണ്ടയ്ക്ക് ക്ലോസ്ഡ് ആയിരുന്നു. അതെ അതെ. ഇത് വൈകുന്നേരം എന്താണ് ഇവർ ക്ലോസ് ചെയ്തേക്കുന്നതെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ചില വീഡിയോയ്ക്കകത്ത് ഫോട്ടോസിനകത്തൊക്കെ നിറച്ച് ബ്ലോക്കാണ് ഇവിടെ റോഡ്. അങ്ങനെ എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ല. നല്ല സുഖമുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ട് വണ്ടിക്ക്. എന്നാൽ അധികം വലിയ സ്പീഡിലല്ല വണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. വണ്ടി പോകുന്നത് പായുന്ന രീതിയാകുമ്പോൾ പണി കിട്ടും. ഒരു എൻജോയ്മെൻറ്റ് ട്രിപ്പ് ആയതുകൊണ്ടായിരിക്കും വളരെ മെതുവേ കാഴ്ചകൾ കണ്ട് സുഖമായിട്ട് പോകുന്ന. നമുക്കിതുപോലെ നിന്ന് ചെയ്യാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റും. ഞാൻ ടിക്കറ്റ് എടുക്കുന്ന മാമൻ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റിനായിരിക്കും ഭയങ്കര ആൾ. നൈറ്റ് ആയിരിക്കും ഇച്ചിരി ആളം തോന്നുന്നു. എന്തായാലും ഇച്ചിരി ആൾ കുറവാണ്. പക്ഷെ നമുക്ക് നല്ല സമയം ഇതാണ്. അതെ, നമുക്കത് വളരെ നന്നായി. ഒത്തിരി ഇടിച്ചു കയറിയ ആളില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇതേ ആൾ ഇത്രയേ ഉള്ളൂ. നൈറ്റ് ആകുമ്പോൾ ആൾ കൂടുമായിരിക്കും. എത്ര മണി വരെ ഉണ്ട്? 10 മണി വരെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കണ്ടക്ടർ ചേട്ടൻ പറഞ്ഞ പോലെ ഇതുപോലെ കേബിളൊക്കെ തൊട്ട് മുകളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി ഉയർത്തി വെച്ച് സ്റ്റിക്കേലൊന്നും നീട്ടി സെൽഫി സ്റ്റിക്കേലൊന്നും വെച്ച് എടുക്കാനൊക്കത്തില്ല. ഇത് 1.5 മീറ്റർ നീളുന്ന സ്റ്റിക്കാണ്. പക്ഷേ ഈവൻ ഞങ്ങൾ എടുക്കാത്തതിലൊരു കാരണം അത് ഉയർത്താനൊക്കത്തില്ല. ലൂയിസ് ഫിലിപ്പിയുടെയും അലൻ സോളി ഇങ്ങനെയൊക്കെയുള്ള വിദേശ ബ്രാൻഡുകളുടെ ഫ്രാഞ്ചൈസികളായിരിക്കും പക്ഷേ. നേരിട്ടുള്ള ഷോപ്പുകളോ ബ്രാൻഡ് ഷോറൂമുകളോ ആയിരിക്കത്തില്ല. പകരം ഫ്രാഞ്ചൈസി ഷോറൂംസ് ആയിരിക്കും. ഇവിടെ വേണ്ട സ്പീക്കർ വെച്ച് ഈ ഓരോ സ്ഥലത്തെ പറ്റി അനൗൺസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്പീക്കറും മൈക്കും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ചേട്ടൻ. അപ്പം നമുക്ക് ഓരോ സ്ഥലത്തെ പറ്റിയും കണ്ട് അറിഞ്ഞറിഞ്ഞ് പോകാൻ പറ്റും. ക്യാമറയാണ് തോന്നിയിരിക്കുന്നത്, അതോ സാധാരണ ക്യാമറയാണോ? ക്യാമറകൾ ഞാൻ കാണുന്നത്. നഗരക്കാഴ്ചയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് കാണും. സെക്രട്ടേറിയറ്റ് എന്തും ഭംഗിയില്ലേ. ഇതൊരു പള്ളിയാണ് സുഹൃത്തുക്കളെ, സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ. ഇത് ജസ്റ്റ് തലേ മുട്ടി ഇരുന്ന രീതിയിലാണ് പോയത്. യൂണിവേഴ്സിറ്റി കോളേജാണ് കാണുന്നത്. തുടങ്ങിയ വൈദ്യശാസ്ത്രരംഗത്തെ പ്രമുഖരായ ടീമുകളാണ്. എല്ലാ സ്റ്റോളുകളിലും സൗജന്യമായ യൂണിവേഴ്സിറ്റി കോളേജ് അതിൻ്റെ ഒരു
ബോർഡ് ഇവിടെ തന്നെ ഉണ്ട്, ഒരു ആർച്ച്. സിൻസ് സ്ഥാപിതമായത് 1866 ഹിന്ദി മലയാള സംസ്കൃത വിഭാഗങ്ങളുടെയൊക്കെ ഒരു ഓഫീസായിരിക്കും ഈ കാണുന്നത്. ഇപ്പുറത്ത് അതിൻ്റെ ബാക്കി ഓഫീസുകളായിരിക്കാം. പട്ടം ടി നാണുപിള്ളയോ അതാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയാണ് ഇരിക്കുന്നത്. ഈ കൃത്യമായിട്ട് സ്ഥലങ്ങൾ അനൗൺസ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം കാഴ്ചകൾ എന്താണെന്ന് വിശദമായിട്ട് അറിയുകയും ചെയ്യാൻ പറ്റും. അടിപൊളി. ഇതൊരു ക്ഷേത്രമാണ് സുഹൃത്തുക്കളെ. ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു ആർക്കിടെക്ചറിന് ഒരു ജിയോഗ്രാഫിക്കൽ പ്രത്യേകത കൂടെയുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ ഒരു പള്ളി കാണുന്നുണ്ട്. ഈ കാണുന്ന ഒരു മുസ്ലിം പള്ളിയാണ് സുഹൃത്തുക്കളെ. ഒരു മുസ്ലിം പള്ളി തന്നെ അതിൻ്റെ അടുത്തുണ്ട്. അതായത് ഈ മുസ്ലിം പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ക്ഷേത്രമുണ്ട്. ഈ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് സുഹൃത്തുക്കളെ. ഇതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഇവിടെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇത് വലിയൊരു സ്റ്റേഡിയമാണ്. സ്റ്റേഡിയമാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. അതെ, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയമാണ് സുഹൃത്തുക്കളെ കാണുന്നത്. ഇപ്പം എന്തായാലും കളിയൊന്നുമില്ല. ഇവിടെയുണ്ട് ഒരു സ്റ്റാച്യു, മെമ്മോറിയൽ സ്റ്റാച്യു. ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റിനും കറങ്ങിയാണ് നമ്മുടെ യാത്ര തന്നെ. EMSൻ്റെ ആണെന്ന് തോന്നുന്നു പ്രതിമ നിൽക്കുന്ന ഇവിടെ. നിയമസഭാ മന്ദിരം പോളി. വലതുവശത്ത് കാണുന്ന സ്റ്റേഡിയമാണ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം. GV രാജ സ്റ്റേഡിയം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിനപ്പുറം കാണുന്നത് GV രാജ സ്റ്റേഡിയമാണ്, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നറിയപ്പെടുന്നത്. വണ്ടി പുറപ്പെട്ട് പോകുന്നൊരു സ്റ്റൈല് നോക്കിയ സുഹൃത്തുക്കളെ, എന്ത് രസമുണ്ട്. എൻ്റെ കാഴ്ചകളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ അടിപൊളി രസമാണ്. KTDC ആദ്യകാല ഹോട്ടലായ മസ്കറ്റ് ഹോട്ടലാണ് ഇടതുവശത്തായിട്ട് കാണുന്നത്. കണ്ട എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കൂ. KTDCയുടെ ആദ്യത്തെ ഹോട്ടലാണ് മസ്കറ്റ് ഹോട്ടൽ. ഇതൊരു നിർമ്മാണ രീതിയിലേറെ വ്യത്യസ്തമായ ഒരു CSI ചർച്ചാണ് ഇടതുവശത്തായിട്ട് കാണുന്നത്. CSI മാറ്റിയർ മെമ്മോറിയൽ ചർച്ച്. തിരുവനന്തപുരം നഗരസഭ, നഗരസഭയുടെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് സുഹൃത്തുക്കളെ. കോർപ്പറേഷൻ ഓഫീസാണ് വലതുവശത്തായിട്ട് കാണുന്നത്. നഗരസഭാ കാര്യാലയം. ഇടതുവശത്തായിട്ട് കാണാം മ്യൂസിയത്തിലേക്കും സൂവിലേക്കും പോവേണ്ട പ്രവേശന കവാടം. നാപ്പിയർ മ്യൂസിയം എന്ന പേരിൽ അറിയപ്പെടുന്നു. 55 ഏക്കറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കേട്ടോ, 55 ഏക്കർ പ്രവർത്തിക്കുന്ന നാപ്പിയർ മ്യൂസിയം ആൻഡ് സൂ, തിരുവനന്തപുരം സൂ. അപ്പോൾ തിരുവനന്തപുരം സൂവിൻ്റെ വീഡിയോ കാണാത്തവർ താഴെ ലിങ്ക് കിടപ്പുണ്ട്, അവിടെ പോയി കണ്ടാൽ മതി. എല്ലാം ഉണ്ട്. കേട്ടോ, എന്ത് രസമുണ്ട് കാണാൻ അല്ലേ. ഇതെല്ലാം ഒരൊറ്റ ട്രിപ്പിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു കിടിലൻ കാഴ്ചയാണ് ഈ ബസ്സേറുള്ളത്. അപ്പോൾ വരാത്തവർ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. പാർക്കാണ്. ഈ പാർക്കിൻ്റെ പേര് വലതുവശത്തായിട്ട് കാണാം ക്യാപ്റ്റൻ ലക്ഷ്മിഭായിയുടെ പേരിൽ അറിയപ്പെടുന്ന ചിൽഡ്രൻസ് പാർക്ക്. ഇടതുവശത്തായിട്ട് കാണാം കനകക്കുന്ന് കൊട്ടാരം. ഇതാണ് സുഹൃത്തുക്കളെ കനകക്കുന്ന് കൊട്ടാരം. കണ്ട, ഇവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. ഇതൊരു എക്സ്പീരിയൻസ് ആണ് സുഹൃത്തുക്കളെ, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നില്ല പിന്നെ തിരുവുള്ള അടിപൊളി. ഇതേ കിടക്കുന്ന വിമാനം സീ ഹോക്ക്. ഇതിൻ്റെ കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഇത് രസമുണ്ട് ഈ ലൊക്കേഷനൊക്കെ കാണാൻ വേണ്ടി. മരത്തിൽ നിന്ന് തിരുവനന്തപുരത്തെ മാനവീയ വീതി കണ്ട എന്നാ കിടിലോ കാണാൻ. നല്ല മരങ്ങളുടെ അടിയിൽ വന്ന് നിർത്തി കഴിയുമ്പോൾ എന്തൊരു സുഖം അറിയാം. പ്രത്യേകിച്ച് വൈകുന്നേരത്തെ ട്രിപ്പ് അടിപൊളിയാണ്. ഒന്ന് ഓൺലൈൻ ബുക്ക് ചെയ്ത് കിടിലമായിട്ടൊന്ന് വന്ന് നോക്ക്. 3 മണി തൊട്ട് രാത്രി 10 മണി വരെയുണ്ട് ട്രിപ്പ്. നമുക്ക് തിരുവനന്തപുരത്തൂടെ താഴെക്കൂടെ യാത്ര ചെയ്ത ഈ സുഖം കിട്ടത്തില്ല. കാര്യം തിരുവനന്തപുരത്തിൻ്റെ ഈ ബ്ലോക്കിൻ്റെ ഒക്കെ അവസ്ഥ കാരണം നമുക്ക് താഴെക്കൂടെ ഇത്ര സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു അന്യായ സുഖമാണ് സുഹൃത്തുക്കളെ. പ്രത്യേകിച്ച് വലിയ ആളുകൂടി ഇല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് മറിക്കാം. എൻ്റെ ഈ ബിൽഡിങ്ങിന് കണ്ടു നോക്കി. നമ്മളിതിൻ്റെ നൈറ്റ് കാഴ്ച കണ്ടുകൊണ്ട് ഫുൾ ലൈറ്റൊക്കെ ഇട്ടുള്ള ഒരു കാഴ്ച അടിപൊളിയാണ്. ഇതും കാണാൻ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഒരു പ്രത്യേക ആർക്കിടെക്ചറാണ്. തിരുവനന്തപുരത്തിൻ്റെ സെൻറ്ററിൽ തന്നെ നല്ല റോഡുകളിൽ തന്നെ ഇത്രയും വലിയ വടവൃക്ഷങ്ങൾ, വലിയ പേരാലും അരയാലും പോലുള്ള വലിയ വലിയ വൃക്ഷങ്ങൾ നാട്ടിന് വലിയ തണലും കൊടുത്ത് ഓക്സിജനൊക്കെ നിറച്ചുകൊണ്ട് നിൽക്കൊണ്ട്. ഇവിടെ ഒരു അക്കമ്മ ചെറിയാൻ്റെ ഒരു പ്രതിമയുണ്ട്. കേരള രാജ്ഭവൻ ഒരു ഔദ്യോഗിക വസതിയാണ്.
ഗവർണറുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ, കേരള രാജ്ഭവൻ. എന്താണ് ഇത് രസം കാണാൻ. കുറേ കാശ് പൊടിക്കുന്നുണ്ട് ഇങ്ങനെ സാധനം കൊണ്ടു നടക്കാൻ വേണ്ടി. ഇത് ഇലക്ട്രിക് ബസ്സായിട്ട് തന്നെ വലിയ മൂവ്മെൻറ്റോ കുലുക്കങ്ങളോ ഒന്നും ഇല്ലാതെ ഭയങ്കര മോഡേൺ രീതിയിലായിട്ട് തന്നെ നല്ല സുഖമാണ് യാത്ര ചെയ്യാൻ വേണ്ടി. വലിയ കുലുക്കങ്ങളില്ല. ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബ്, സാൽവേഷൻ ആർമി ടെറിട്ടോറിയൽ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പുറത്ത് വേറൊരു പള്ളിയൊക്കെ ഉണ്ട്. ഹീറ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. എല്ലാത്തിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ ഇവിടെ തന്നെയാണ്. സ്വാമി വിവേകാനന്ദ ഉദ്യാനം അതാണിത്. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കവടിയാറാണ്. കവടിയാർ കൊട്ടാരത്തിലേക്ക് പോകേണ്ട പ്രവേശന കവാടത്തിൻ്റെ മുൻവശത്താണ് എത്തിയിരിക്കുന്നത്. പാട്ടൊക്കെ ഇട്ട് ഇച്ചപ്പൊളി ഫീലിംഗ് ആയി. പക്ഷേ ഇച്ചിരി നൈറ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു. ആൾക്കാരുണ്ടെങ്കിൽ ഉള്ള സൂപ്പറാണ്. അയ്യങ്കാളിയുടെ ഒരു പ്രതിമയാണ് സുഹൃത്തുക്കളെ കാണുന്നത്. കണ്ട സുഹൃത്തുക്കളെ, ഇതാണ് മാനവീയം. സി കേശവൻ. ഒത്തിരി പേരുടെ പ്രതിഭകളുണ്ട് ഇവിടെ. ഭരണഭാഷ, മാതൃഭാഷ. പബ്ലിക് ഓഫീസ് കോംപ്ലക്സ്, ഡയറക്ടർ ഓഫ് ടൂറിസം, കേരള മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ്. ഒരു സുസ്ഥിര വികസനത്തിൽ അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച ആര്യരായത്തിന് അവരെ രാജിവെക്കാൻ വേണ്ടി സമരം നടത്തുന്ന പ്രതിപക്ഷം. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയാണ് കാണുന്നത്. ഇടതുവശത്തായിട്ട് കാണാം സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. ഫൈൻ ആർട്സ് കോളേജാണ് ഇടതുവശത്തായിട്ട് കാണുന്നത്. കോളേജ് ഓഫ് ഫൈൻ ആർട്സ് കേരളം, തിരുവനന്തപുരം. ഇതാണ് മുമ്പേ ഞാൻ പറഞ്ഞ പള്ളി. ഈ പള്ളിയുടെ ഫ്രണ്ട് വശമായി കാണുന്നത് പാളയം ചർച്ച്. ഇതാണ് സുഹൃത്തുക്കളെ പാളയം ചർച്ച്. ഈ പാളയം ചർച്ചിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു മോസ്ക് കാണാം. രക്തസാക്ഷി മണ്ഡപം. രക്തസാക്ഷി മണ്ഡപം ഇതാണ് സുഹൃത്തുക്കളെ. തൊട്ടപ്പുറത്ത് തന്നെ ഒരു പാളയം ജുമാ മസ്ജിദ്. പാളയം ജുമാ മസ്ജിദ്. തൊട്ടടുത്തായിട്ട് കാണാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു വിനായക ക്ഷേത്രം. അതിന് പുറകിലായിട്ട് ഒരു ക്രിസ്തീയ ദേവാലയമുണ്ട്. അതിന് തൊട്ട് പുറകെ വേറെ 3 ദേവാലയങ്ങൾ ഒരേ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് പാളയം. അതെ അതെ, എന്ത് മനോഹരമായിട്ട് സുഹൃത്തുക്കളെ. അതാണൊരു മതേതര കേരളത്തിൻ്റെ മുഖം. അവിടെ ഒരു കുരിശുണ്ട്, അവിടെ ഒരു ക്രിസ്തീയ പള്ളിയുണ്ട് തൊട്ട് പുറകിൽ. അയ്യങ്കാളി ഹാൾ, BJT ഹാൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വലതുവശത്തേക്ക് കാണാം കേരള യൂണിവേഴ്സിറ്റി സർവകലാശാല. AKG സെൻ്ററാണ് വലതുവശത്തേക്ക് കാണുന്നത്. AKG സെൻ്റർ. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ കേന്ദ്രം. ഇത് വലിയൊരു പള്ളിയാണ്. സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച്, പറ്റൂർ അന്തരപുഴ. അപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട്. കൂടുതൽ കാണുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തേക്കുള്ള വഴിയാണ്. എക്സിറ്റാന്ന് തോന്നുന്നു. വേണ്ട വിമാനം പോകും സുഹൃത്തുക്കളെ. അടിപൊളി. അങ്ങനെ സുഹൃത്തുക്കളെ, ശംഖുമുഖം ബീച്ചിൻ്റെ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
മേ ബി ചിലപ്പം വെളുമാളൂടെ കവർ ചെയ്യുമായിരിക്കും ഇനി. ഇത് മ്യൂസിക് വളരെ രസകരമായ ഒരു സുഖം തരുന്നതായിരിക്കും ഈ യാത്രയിടയ്ക്ക്. ഏറ്റവും സൂപ്പർ സംഭവിച്ച ഈ വണ്ടിയുടെ മുകളിലിരിക്കുന്ന ഒരു വ്യൂ തന്നെയാണ്. ഒരു അടിപൊളി സംഭവമാണ്. നമ്മളെ നോക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഓരോ ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിനവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അവർ പ്രത്യേകം പറഞ്ഞ് നമ്മളെ കണ്ട് ഓഫ് ചെയ്യിക്കും. മ്യൂസിക് ഇടുന്നതുകൊണ്ട് പ്രത്യേക ഒരു ഓളവും താളവും ഉണ്ട് സുഹൃത്തുക്കളെ. Salimos para la carretera, la gente a mí me pregunta y yo le digo que yo estoy ചേട്ടൻ പേരെന്തുവാ? വൈശാഖ്. ചേട്ടാ ഇത് ഏതൊക്കെ റൂട്ടിൽ കൂടെയൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ നമ്മൾ വരുന്നത് ഈസ്റ്റ് ബോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ മ്യൂസിയം കനകക്കുന്ന് കവടിയാറ് കൊട്ടാരത്തിൻ്റെ മുൻവശത്ത് പോയി തിരിച്ച് പാളയം വഴി നേരെ എയർപോർട്ടിൻ്റെ വ്യൂ കണ്ട് ശംഖുമുഖത്ത് പോയിട്ട് ശംഖുമുഖത്തിന് തിരിച്ച് നേരെ ലുലു മാൾ വന്ന് ലുലു മാളിൻ്റെ നേരെ ഈച്ചയ്ക്ക് ബൈപ്പാസ് വഴി തിരിച്ച് വീണ്ടും കിഴക്കേക്കോട്ട. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.